My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 224 എപ്പിസോഡിൽ നമ്മൾ കാലിബൈക്രോമിക്കം എന്ന അധ്യായത്തിൻ്റെ 5ാമത്തെയും അവസാനത്തെയുമായ ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തുടർച്ചയാണ്. ശ്വാസകോശ സംബന്ധമായ കഫസംബന്ധമായ പ്രശ്നങ്ങൾ, ക്ഷയരോഗത്തിൽ ഇതിൻ്റെ പ്രയോഗ സാധ്യത, പലതരം വേദനകൾ, ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിക്കുന്ന നടുവേദനയുടെ പലതരം വകഭേദങ്ങൾ ഒക്കെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. There are numerous symptoms connected with the larynx and as is usual copious thick ropey mucus. ലാരിങ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, സ്വനപേടകമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ആസ് യൂഷ്വൽ നമ്മൾ കാലിബൈക്കിൽ ഉടനീളം കണ്ടതാണ് നൂല് പോലുള്ള കട്ടിയുള്ള കഫം. ആ ഒരു സാഹചര്യം ഉള്ള ലാരിങ്സിൻ്റെ പ്രശ്നങ്ങൾ, ന്യൂമറസ് സിംറ്റംസ്, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ കോപ്പിയസ് തിക്ക് റോപ്പി മ്യൂക്കസ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഓപ്പറേറ്റീവ് പാർട്ട്. ക്രോണിക് ഹോഴ്സ്നെസ്, റഫ് വോയിസ്, ഡ്രൈ കോഫ്, swollen feeling in the larynx and sensation as if there was a rag in the larynx. നേരത്തെ കൊണ്ട് ഒരു നൂല്, നാവിൻ്റെ അടിയിലൊരു ബേസിക്കിലൊരു നൂല് പോലുള്ള സെൻസേഷൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ സ്വനവേ കിടന്നത് ഒരു പഴംതുണി, ഒരു തുണിക്കഷ്ണം കിടന്നാലെന്ന പോലുള്ള പ്രയാസങ്ങൾ, ഹോഴ്സ്നെസ്, പഴകിയ കിരികിരിപ്പ്, കട്ടിയുള്ള ശബ്ദം, വരണ്ട ചുമ, തൊണ്ടയിലിങ്ങനെ വീർത്തിരിക്കുന്ന പോലുള്ള വിങ്ങിയിരിക്കുന്ന പോലുള്ളൊരു അനുഭവം ഒക്കെ അതിലുണ്ട്. കാറ്റാറ ഓഫ് ദ ലാരിങ്സ്, ക്രൂപ്പ്, കോഫ് ആൻഡ് ബ്രീത്തിങ്, മെംബ്രൈനസ് ക്രൂപ്പ്, ഡിഫ്തീരിയ, ബേണിംഗ്, സ്മാർട്ടിങ് ആൻഡ് റോനസ് ഓഫ് ദ ലാരിങ്സ്, റാറ്റ്ലിംഗ് ഇൻ ദ ട്രക്കിയ. അപ്പോൾ സ്വനപേടകത്തിലും ശ്വാസനാളിയിലും ഒക്കെ ആയിട്ട് നിരവധി പ്രശ്നങ്ങളാണ്. അവിടെ കഫക്കെട്ട്, ലാരിങ്സിൽ കഫക്കെട്ട്, കുരയ്ക്കുന്ന പോലുള്ള ചുമ, ശ്വാസം കഴിക്കുമ്പോൾ ഉള്ള ചുമ, സ്വനപേടകത്തിൻ്റെ ഒരു സ്ഥലം വന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ കുരക്കുന്ന പോലുള്ള ചുമ, ഡിഫ്തീരിയ, ശരിയായ ഡിഫ്തീരിയ, ബേണിംഗ്, പൊള്ളുന്ന, നീറുന്ന, വല്ലാതെ തൊലി പോയി പച്ചമാംസം പുറത്തു വന്ന പോലുള്ള ആ ഒരു തോന്നലുകളൊക്കെ, ശ്വാസനാളിയിൽ അവിടെ കഫം കെട്ടിയിട്ടിങ്ങനെ കുറുങ്ങുന്ന തരത്തിലുള്ള ചുമ. നൗ ദീസ് സിംറ്റംസ് കം ഇൻ ദ കോൾഡ് ഡാം വെതർ ഇൻ ദ വിൻ്റർ. തണുത്ത ഈർപ്പമുള്ള കാലാവസ്ഥയിൽ, അതായത് മഞ്ഞുകാലത്താണ് ഇത് വരുന്നത്. അവിടെ മഞ്ഞുകാലം, നേരത്തെ പറഞ്ഞ പോലെ അവിടെ മഞ്ഞുകാലം ഈർപ്പമുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. കേരളത്തിലാണെങ്കിൽ ഏതാണ്ട് എല്ലാ കാലാവസ്ഥയിലും ഈർപ്പമുണ്ട്, മഞ്ഞുകാലത്തും ഒക്കെ, ഹൈ റേഞ്ചസ് ഒഴികെ ബാക്കി എല്ലാ സമയത്തും എല്ലാ കാലത്തും ഈർപ്പം ഉണ്ടായിരിക്കും. വിശേഷിച്ചും കടലോരം, വളരെ സുദീർഘമായ കടലോരവും കായലോരവും ഒക്കെ നദികളുടെ തീരമൊക്കെ ഉള്ള പ്രദേശമാണ് കേരളം. ആ പ്രദേശങ്ങളെല്ലാം ഡാം വെതർ ഉണ്ടാവും. മഴക്കാലത്ത് അതിൻ്റെ പാരമ്യത്തിലെത്തുകയും ചെയ്യും. ദേ ആർ അസോസിയേറ്റഡ് വിത്ത് മച്ച് കോഫിങ് ആൻഡ് അണീസ്നെസ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വല്ലാത്ത ചുമയും വല്ലാത്തൊരു പ്രയാസം, എന്തെന്നില്ലാത്തൊരു പ്രയാസം, അണീസി ഫീലിംഗ്. സംടൈംസ് ദീസ് സിംറ്റംസ് ആർ എൻറ്റയർലി റിലീവ്ഡ് ആൻഡ് ഹീസ് കംഫർട്ടബിൾ ഇൻ എ വാം ബെഡ് അറ്റ് നൈറ്റ്. ഈ ലക്ഷണങ്ങൾ വന്നിട്ട് ചിലപ്പോൾ ഒരു ചൂടുള്ള കിടക്കയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അങ്ങ് മാറിപ്പോകും. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം തണുത്ത കാലാവസ്ഥയിൽ വല്ലാതെ വർദ്ധിക്കുകയും ചെയ്യും. They come on when the cold weather comes in the fall and last all winter. അപ്പോൾ വേനൽക്കാലം കഴിഞ്ഞ് മഞ്ഞുകാലത്തിലേക്കുള്ള സംക്രമണം, പാശ്ചാത്യ കാലാവസ്ഥ വെച്ചാണ് പറയുന്നത്. ഇവിടെ വേനൽക്കാലം കഴിഞ്ഞ് മഞ്ഞുകാലം വരുന്നില്ല, വേനൽക്കാലം കഴിഞ്ഞ് നമുക്ക് മഴക്കാലം വരുന്നത്. അപ്പം മഴക്കാലത്തും തണുപ്പുണ്ട്, ഈർപ്പമുള്ള കാലാവസ്ഥ. ഈ കോൾഡ് ഡാം വെതർ എന്ന് പറയുന്നത് ഇവിടുത്തെ മഴക്കാലത്തും ഉണ്ട്. അപ്പോൾ വേനൽക്കാലം കഴിഞ്ഞ് വരുന്ന ആ ഒരു മെയ് അവസാനം, ജൂൺ, ആ ഒരു കാലം. He has much wheezing when breathing, tightness at the bifurcation of the trachea. അപ്പോൾ ശ്വാസം കഴിക്കാൻ നേരത്ത് വല്ലാതെ വലിവ്, ശ്വാസനാളി രണ്ടായി പിരിയുന്ന സ്ഥലത്ത് വല്ലാതെ ഇടുങ്ങി മുറുകിയിരിക്കുന്ന പോലുള്ള തോന്നൽ. Quite a characteristic pain in the chest is the pain from the sternum to the back. ഈ നെഞ്ചിലാസ്ഥിയിൽ നിന്നും മുതുകിലേക്കുള്ള വേദനയാണ് ഇതിൻ്റെ ഒരു വളരെ സവിശേഷമായൊരു കാലിബൈക്ക് വേദന, നെഞ്ചിലെ. ദിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കാറ്റാറ കണ്ടീഷൻസ് ആൻഡ് വിത്ത് കോഫ്. അപ്പോൾ ഇത് എപ്പോഴാണ്? ചുമയും കഫക്കെട്ടും ഒക്കെ ഉള്ളൊരു ജലദോഷമൊക്കെ ഉള്ളൊരു സമയത്താണ്.
Cough is caused from tickling in the larynx and at the bifurcation, dry, frequent hard cough, great soreness in the chest when coughing and breathing deep. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ ശ്വാസനാളി രണ്ടായിട്ട് പിരിയുന്ന സ്ഥലത്ത് ചൊറിച്ചിൽ പോലെ വന്നിട്ടാണ് ഈ ചുമ ഉണ്ടാകുന്നത്. വരണ്ട ചുമയാണ്, ഇടക്കിടക്കുണ്ടാകും. വളരെ കടുത്ത ചുമയാണ്. ഈ ചെസ്റ്റിൽ മൊത്തം ഒരു വേദന ഉണ്ടാകും. ശ്വാസം എടുക്കാൻ നേരത്ത് നെഞ്ചിലാ വേദന ഉണ്ടാകും. കോഫ് വിത്ത് പെയിൻ ഇൻ ദ സ്റ്റേണം ത്രൂ ടു ദ ബാക്ക്. നമ്മൾ നേരത്തെ കണ്ട പോലെ ചുമ നെഞ്ചിലെ അസ്ഥിയിൽ നിന്നും മുതുകിലേക്ക് നീണ്ടുപോകുന്ന വേദന. കോഫ് വിത്ത് സ്റ്റിച്ചിങ് പെയിൻ ഇൻ ദ ചെസ്റ്റ്. നെഞ്ചിൽ കുത്തുന്ന പോലുള്ള വേദന. ലൗഡ് ഹാർഡ് കഫ്, വളരെ ഉച്ചത്തിൽ കടുത്ത ചുമ. വെൻ ഹി വേക്സ് അപ്പ് ഇൻ ദ മോർണിംഗ് ഹി ബിഗിൻസ് ഹിസ് ഹാർഡ് കഫിങ്. രാവിലെ ഉണരാൻ നേരത്ത് ഈ കടുത്ത ചുമ ആരംഭിക്കും. ഹിസ് ഓഫൺ അമീലറഡ് ബൈ ലൈയിങ് ഡൗൺ ആൻഡ് ഈസ് അമീലറഡ് ബൈ വാം ബെഡ്. അപ്പോൾ ഈ തണുപ്പത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത ചുമ ഒരു ചൂടുള്ള കിടക്കയിൽ പോയി കിടക്കാൻ നേരത്ത് ശമിക്കും. ഈസ് വേഴ്സ് അൺഡ്രസ്സിങ്. വസ്ത്രം മാറുമ്പോൾ കൂടും. വസ്ത്രം മാറുക എന്ന് വെച്ചാൽ അവിടുത്തെ വളരെ കട്ടിയുള്ള ചൂട് വസ്ത്രങ്ങളായിരിക്കും. അത് മാറി എയർ സർക്കുലേഷൻ കിട്ടാൻ നേരത്ത് വർദ്ധിക്കും. ഫ്രം എക്സ്പോഷർ ടു എയർ. വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വർദ്ധിക്കും. അഗ്രേറ്റ് ബൈ ടേക്കിംഗ് എ ഡീപ് ബ്രീത്ത്സ്. ആഴത്തിലൊരു ശ്വാസം എടുക്കത്താലും ഈ ചുമ വർദ്ധിക്കും. അമീലറഡ് ബൈ ഗെറ്റിംഗ് വാം ഇൻ ബെഡ്. കിടക്കയിൽ ചൂടുള്ള കിടക്കയിൽ പോയി കിടക്കുമ്പോഴാണ് ഇതിന് ശമനം കിട്ടുന്നത്. ദി ഇറിറ്റേഷൻ ആൻഡ് ദ കോഫ് ഈസ് ഇൻക്രീസ് വെരി മച്ച് ബൈ എക്സ്പോഷർ ടു കോൾഡ് എയർ. തണുത്ത വായുവിലേക്ക് എക്സ്പോഷർ കിട്ടാൻ നേരത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അൺഡ്രസ് ചെയ്യുമ്പോൾ പോലും ഈ പ്രശ്നം. ആ വേനൽക്കാലം കഴിഞ്ഞ് മഞ്ഞുകാലം വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കടുത്ത മഴക്കാലം വരുന്നൊരു കോൾഡ് ഡാം വെതറിൽ. ദ കോഫ് ഈസ് ഓൾസോ എ ചോക്കിംഗ് കോഫ് അറ്റ് ടൈംസ്. ചില സമയത്ത് ഈ ചുമ കൊണ്ടിങ്ങനെ ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥ വരും. സംടൈംസ് എ ഹോഴ്സ് കോഫ്. ഇറ്റ് ഈസ് സംടൈംസ് മച്ച് ലൈക്ക് വൂപ്പിംഗ് കോഫ്, സ്പാസ്മോഡിക് ആൻഡ് കൺസ്ട്രക്റ്റീവ്. ചിലപ്പോൾ അത് വില്ലൻ ചുമ മാതിരിയാവും. ഇടക്കിടക്ക് വലിച്ചു കോച്ചുന്ന പോലെ ചുമയാവും. ആകെ തടസ്സം വന്ന പോലെ തൊണ്ട അടഞ്ഞു പോകുന്ന പോലെ ചുമയാവും. വേണ്ട എല്ലാത്തരം ചുമകളും ഇത് കവർ ചെയ്യുമെന്നർത്ഥം. ഇത്തരം ചുമകളിൽ റോപ്പി മ്യൂക്കസ് ഇതേപോലുള്ള മൊഡാലിറ്റീസ്, ടെമ്പറേച്ചർ മൊഡാലിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാലിബൈക്രോമിക്കത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദ എക്സ്പെക്ടേഷൻ കണക്റ്റഡ് വിത്ത് ദ ചെസ്റ്റ് കോഫ് ഈസ് റോപ്പി, യെല്ലോ ഓർ യെല്ലോയിഷ് ഗ്രീൻ, സംടൈംസ് ബ്ലഡി, സംടൈംസ് എക്സ്പെക്ടറൈസ് ക്വാണ്ടിറ്റീസ് ക്ലോട്ടഡ് ബ്ലഡ്. അപ്പോൾ നെഞ്ചിലെ ചുമയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കഫം ഈ പറഞ്ഞ പോലെ നൂല് പോലെയുള്ളതാണ്, മഞ്ഞയാണ്, ചിലപ്പോൾ മഞ്ഞയും പച്ചയും കലർന്നതാണ്, ചിലപ്പോൾ രക്തം കലർന്നതാണ്, ചിലപ്പോൾ രക്തത്തിൻ്റെ കട്ടകൾ ധാരാളം ചുമച്ച് പുറത്തു പോകും. ദർ ഇസ് മച്ച് റാറ്റ്ലിംഗ് ഇൻ ദ ചെസ്റ്റ്. കറ്റാറക് കണ്ടീഷൻസ് ഇൻ ദ വിന്റർ. ലാസ്റ്റ് ഓൾ വിന്റർ വിത്ത് റാറ്റ്ലിംഗ് കറ്റാറക് കണ്ടീഷൻസ് ഇൻ ഓൾഡ് പീപ്പിൾ. റാറ്റ്ലിംഗ് ഇൻ ദ ചെസ്റ്റ്. ഇപ്പം നെഞ്ചിൽ കുറുകുന്ന പോലത്തെ ഒരു കഫം കെട്ടി ഇങ്ങനെ കുറുകൽ മഞ്ഞുകാലം മുഴുവൻ നിലനിൽക്കുന്നു. പ്രായം ചെന്ന ആളുകളിൽ ഇത്തരം കഫക്കെട്ടും ചുമയൊക്കെ. ഇറ്റ്സ് എ മോസ്റ്റ് യൂസ്ഫുൾ റെമഡി ഇൻ തൈസിസ് ആൻഡ് ഹെമറേജസ് ഫ്രം ദ ലങ്സ് ആൻഡ് കാവിറ്റീസ് ഇൻ ദ ലങ്സ്. അപ്പോൾ ക്ഷയരോഗത്തിൻ്റെ കാര്യത്തിൽ ശ്വാസകോശത്തിൻ്റെ കാവിറ്റീസിൽ നിന്നും രക്തവാർച്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ വളരെയധികം ഉപകാരമുള്ള ഔഷധങ്ങളൊന്നാണ്. മോസ്റ്റ് യൂസ്ഫുൾ, വളരെയധികം ഉപകാരമുള്ള ഔഷധങ്ങളൊന്നാണ് കാലിബൈക്രോമിക്കം. There is a cold sensation in the chest which is generally felt in the region of the heart. നെഞ്ചിലൊരു തണുത്ത ഒരു തോന്നൽ, അത് ഹൃദയത്തിൻ്റെ ഭാഗത്താണ് പൊതുവെ തോന്നുന്നത്. There is a pressure in the chest after eating, also near the heart or supposed to be about the heart, and there is palpitation. അപ്പോൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നെഞ്ചിൽ ഒരു സമ്മർദ്ദം പോലെ തോന്നും. അതും ഹൃദയത്തിൻ്റെ പരിസരത്താണ്. അത് ഹൃദയമായിട്ട് ബന്ധപ്പെട്ടാണ് സാധാരണ ഉണ്ടാകുന്നത്. വല്ലാത്ത നെഞ്ചിടിപ്പും ഉണ്ടാവും. ഇറ്റ് ഹസ് ക്യൂർഡ് ആൻഡ് ബീൻ എ വെരി യൂസ്ഫുൾ റെമഡി ഇൻ ഹൈപ്പർട്രോഫി ഓഫ് ദ ഹാർട്ട് വിത്ത് പാൽപിറ്റേഷൻ. അപ്പോൾ ഹൃദയത്തിൻ്റെ കീഴിലുള്ള അറകളുടെ ഭിത്തി കട്ടിയാകുന്നൊരു സാഹചര്യത്തിൽ അതിനോടൊപ്പം വല്ലാത്ത നെഞ്ചിടിപ്പൊക്കെയുള്ള സാഹചര്യങ്ങളിൽ വളരെയധികം ഉപകാരമുള്ളൊരു ഔഷധമാണ് കാലിബൈക്ക്. ഇൻ ആൾ പാർട്സ് ഓഫ് ദ ബോഡി ദർ ഇസ് ചില്ലിനെസ് ഇൻ ദ ബാക്ക്, എസ്പെഷ്യലി ഇൻ ദ ബാക്ക് ഓഫ് ദ നെക്ക്. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലായിടത്തും ഒരു കുളിരുന്നൊരവസ്ഥയുണ്ട്, വിശേഷിച്ചും പിൻഭാഗത്ത്, അതും കഴുത്തിൻ്റെ പിൻഭാഗത്ത്. സ്റ്റാബിംഗ് പെയിൻസ് ഇൻ ദ നെക്ക് ആൻഡ് ഇൻ ദ ഡോർസൽ റീജിയൻ. കഴുത്തിലും
മുതുകിലുമെല്ലാം കുത്തുന്ന പോലുള്ളൊരു വേദന. ഷാർപ്പ് പെയിൻസ് ഇൻ ദ റീജിയൻ ഓഫ് ദ കിഡ്നീസ്, വൃക്കകളുടെ ഭാഗത്ത് വല്ലാതെ കടുത്ത മൂർച്ചയുള്ള തരത്തിലുള്ള വേദന. നമ്മൾ നേരത്തെ കണ്ടതാണ്. കിഡ്നിയുടെ പല പ്രശ്നങ്ങളെയും കാലിബൈക്ക് സുഖപ്പെടുത്തും. ഡൾ ലേക്ക് ഇൻ ദ ബാക്ക്, പിന്നിൽ വല്ലാത്തൊരു നൊമ്പരം. മെനി ഓഫ് ദ സിംറ്റംസ് ഇൻ ദ ബാക്ക് ആർ ഓഫ് എ റൊമാറ്റിക് ക്യാരക്ടർ ആൻഡ് വാണ്ടർ ഫ്രം പ്ലേസ് ടു പ്ലേസ്. അപ്പോൾ ഈ മുതുക് വേദന, നടുവേദന എന്ന് പറയുന്നത് ഒരു വാതസംബന്ധമായ വേദന പോലെയാണ്. പല സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ദ റൊമാറ്റിക് പെയിൻസ് ആർ വേർഡ് സ്റ്റൂപ്പിംഗ്, മുന്നോട്ടായുമ്പോൾ ഈ വേദനകൾ വർദ്ധിക്കും. ആൻഡ് ലൈക്ക് അതർ പെയിൻസ് വേർഡ്സ് ഫ്രം മോഷൻ, മറ്റ് വേദനകളെന്ന പോലെ ചലനം കൊണ്ട് നടക്കുമ്പോൾ അനങ്ങുമ്പോൾ വർദ്ധിക്കും. ആൻഡ് എക്സെപ്ഷൻ ടു ദിസ് ഈസ് ദ സാക്രം വേർ ദർ ഈസ് ആൻ ഇച്ചിങ് പെയിൻ അറ്റ് നൈറ്റ് വെൻ ലൈങ് ആൻഡ് ഈസ് ബെറ്റർ ഇൻ ദ ഡേ ടൈം ഓൺ മോഷൻ. ഇതിലൊരു അപവാദമുള്ളത് ഇടുപ്പലിൻ്റെ ഭാഗത്താണ്. അവിടെ ഉള്ള വല്ലാത്തൊരു നൊമ്പരം, വല്ലാത്തൊരു വേദന അത് കിടക്കാൻ നേരത്ത്, രാത്രി കിടക്കാൻ നേരത്താണ്. അത് പകല് അത് മെച്ചപ്പെടും, നടക്കുമ്പോഴും മെച്ചപ്പെടും. ബാക്കി വേദനകളെല്ലാം ചലനം കൊണ്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദർ ഇസ് പെയിൻ ഇൻ ദ സാക്രം ഓൺ സ്ട്രൈറ്റനിങ് അപ്പ് ഫ്രം സിറ്റിംഗ്. അപ്പോൾ ഇരുന്നിട്ട് നടുനിവർത്തിയാണ്ട് എഴുന്നേക്കാൻ നേരത്തും ഈ ഇടുപ്പലിൻ്റെ ഭാഗത്ത് വേദന. പെയിൻ ഇൻ ദ കോക്കിക്സ് ഫ്രം റൈസിങ് ആഫ്റ്റർ സിറ്റിംഗ്, ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ നേരത്ത് നട്ടലിൻ്റെ ഏറ്റവും കീഴ്ഭാഗത്ത് കോക്കിക്സിൽ വേദന. പെയിൻ ദ കോക്കിക്സ് ഓൺ ഫസ്റ്റ് സിറ്റിംഗ് ഡൗൺ ആൻഡ് ഇൻ ദ ആക്ട് ഓഫ് സിറ്റിംഗ് ഡൗൺ. ആദ്യമായിട്ട് ഇരിക്കാൻ നേരത്തും ഈ കോക്കിക്സിൽ വേദനയുണ്ട്. ആ ഇരിക്കുന്ന ഒരു പ്രക്രിയ, ആ പ്രവൃത്തി നടക്കുമ്പോഴാണ് ആ വേദന, ഇരുന്ന് കഴിഞ്ഞിട്ടല്ല. ദ ലിംസ് ആർ സ്റ്റിഫ് ഇൻ ദ മോർണിംഗ് ഓൺ റൈസിങ് ആൻഡ് പെയിൻസ് വാണ്ടർ അബൌട്ട്. അപ്പോൾ കൈകാലുകളിൽ പ്രഭാതത്തിൽ എഴുന്നേക്കാൻ നേരത്ത് ആകെ മുറുകിയിരിക്കും, ചലിപ്പിക്കാൻ പ്രയാസം. എല്ലായിടത്തും അങ്ങനെ വാണ്ടറിങ് പെയിൻസ്, എസ്പെഷ്യലി ഇൻ ദ ജോയിൻസ്. ഈ വാണ്ടറിങ് പെയിൻ കൂടുതലും സന്ധികളിലാണ്, ഈ വാതവേദന എന്ന് പറയുന്ന പോലെ, സന്ധിവാതം എന്നൊക്കെ പറയുന്ന പോലെ. റൊമാറ്റിക് പെയിൻസ് ദാറ്റ് വാണ്ടർ അബൌട്ട്, വാതസംബന്ധമായ വേദനകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്ന വേദനയാണ്. പെയിൻസ് ഇൻ ദ ലിംസ് ആർ വേഴ്സ് ഫ്രം കോൾഡ് ആൻഡ് വേഴ്സ് ഫ്രം മോഷൻ. അപ്പോൾ ഈ കൈകാലുകളിലെ വേദന ചലിക്കുമ്പോൾ വർദ്ധിക്കും, തണുപ്പ് കൊണ്ടും വർദ്ധിക്കും. ദേ ആർ ബെറ്റർ ഫ്രം ഹീറ്റ് ആൻഡ് ബെറ്റർ ഇൻ റെസ്റ്റ്. ചൂട് കൊണ്ടും വിശ്രമം കൊണ്ടും അത് ശമിക്കുകയും ചെയ്യും. പീരിയോഡിക്കൽ പെയിൻസ് കമ്മിങ് അറ്റ് റെഗുലർ ടൈംസ്, നിശ്ചിത ഇടവേളയിൽ ഇടപെട്ട് വരുന്ന വേദനകൾ. ദ ബോൺസ് ഫീൽ സോർ ടു ദ ടച്ച് ഓർ ഓൺ ഡീപ് പ്രഷർ. എല്ലുള്ള ഭാഗത്ത് സ്പർശിക്കുകയോ അവിടെ ആഴത്തിൽ എല്ല് തൊടുന്ന രീതിയിൽ സ്പർശിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അമർത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേദന, എല്ലൊരു വേദനയുണ്ട്. ദർ ഇസ് ക്രാക്കിംഗ് ഇൻ ദ ജോയിൻസ്, സന്ധികളിലിങ്ങനെ ചൊട്ടോടിയുന്ന പോലെ അനക്കുമ്പോൾ. റൊമാറ്റിക് പെയിൻസ് ആർ വെരി കോമൺ ഇൻ ദ ഷോൾഡേഴ്സ്, ലെയിംനെസ്, ദർ ഈസ് ബേണിംഗ് ഇൻ ദ ഫോർആംസ്, റൊമാറ്റിക് പെയിൻസ് ഇൻ ദ എൽബോസ്, weak feeling in the hands and fingers with much clumsiness, spasmodic contraction of the fingers. വാദസംബന്ധമായിട്ട് എല്ലാ പ്രശ്നങ്ങളും കാലിബൈക്കിലുണ്ട്, അത് പ്രത്യേകം ഓർക്കണം. ഈ വാദസംബന്ധ വേദനകൾ ഭുജങ്ങളിലാണ്, ഷോൾഡേഴ്സിലാണ് ഉള്ളത്. മുടങ്ങുന്ന പോലെ കാലുകളിലൊക്കെ വന്നിട്ട് മുടന്തൽ പോലെ ഉണ്ടാവും. ഈ ഷോൾഡേഴ്സിൽ വരുന്ന ഈ വേദന, റൊമാറ്റിക് വാദസംബന്ധ വേദന കൊണ്ട് ശരിക്കും ചലിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ മുടന്ത്, കൈക്ക് മുടന്ത് വന്ന പോലെ അവസ്ഥ. ഫോറാമിൽ പൊള്ളുന്നൊരു വേദന, എൽബോസിൽ വാദസംബന്ധമായ വേദന, കൈകളിലും വിരലുകളിലുമൊക്കെ ഒരു വല്ലാത്ത ക്ഷീണം, തളർച്ച, ക്ലംനീസ്, ചലിപ്പിക്കാൻ പ്രയാസം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിരലുകൾ ചലിക്കില്ല. സ്പാസ്മോഡിക് കോൺട്രാക്ഷൻ ഓഫ് ദ ഫിംഗേഴ്സ്, വിരലുകൾ നിയന്ത്രണമില്ലാതെ ചുരുങ്ങുന്നു. ബോൺസ് ഇൻ ദ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ് ഫീൽ ബ്രൂയിസ്ഡ് ആൻഡ് വെരി ടെൻഡർ ടു ഹാർഡ് പ്രഷർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിരലുകളിലും കൈകളിലുള്ള അസ്ഥികൾ അമർത്തിയാൽ, എല്ല് മർദ്ദം കിട്ടുന്നത് അമർത്തിയാൽ വല്ലാത്ത നൊമ്പരം. റൊമാറ്റിക് പെയിൻസ് ഇൻ ദ ഫിംഗേഴ്സ് ആർ വെരി കോമൺ ടു ദിസ് റെമഡി. വിരലുകളുള്ള വാദസംബന്ധമായ വേദനകൾ കാലിബൈക്കിൽ വളരെ സാധാരണമാണ്. കൈ നേരെപാട്ടിൽ പിടിക്കാൻ പറ്റായിക, എഴുതാൻ പറ്റായിക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇൻ ദ ലോവർ ലിംസ് വി ഹാവ് മാർക്ഡ് റൊമാറ്റിക് പെയിൻസ് ത്രൂ ദ ഹിപ്സ് ആൻഡ് നീസ്, വേഴ്സ് വാക്കിംഗ് ആൻഡ് ഓൺ മോഷൻ. കാലുകളിലുള്ള ഈ വാദസംബന്ധമായ വേദന ഇടുപ്പിനും മുട്ടിനും ഒക്കെ ഉണ്ട്. നടക്കുമ്പോൾ വർദ്ധിക്കും, ചലനം കൊണ്ട് വർദ്ധിക്കും. ദെൻ കംസ് ദ എക്സെപ്ഷൻ. ഇതിനൊരു അപവാദമുണ്ട്. പെയിൻസ് ഇൻ ദ സിയാറ്റിക് നെർവ്സ്
very severe, worse in hot weather. These are better in motion, better in the warmth of the bed, worse from changes in the weather, and better on flexing the leg. അപ്പോൾ സിയാറ്റിക് നാഡികൾ ഉണ്ടാകുന്ന വേദനയാണ് ഇതിന് ഈ മൊഡാലിറ്റിക്ക് ഒരു അപവാദം. ഇത് ചൂടുള്ള കാലാവസ്ഥയിൽ കിടക്കുമ്പോൾ മെച്ചപ്പെടുന്നു, കാലാവസ്ഥ മാറ്റം കൊണ്ട് വർദ്ധിക്കുന്നു, കാല് നിവർത്തുമ്പോൾ മസിലുകൾ വലിക്കുകയും മറ്റൊക്കെ ചെയ്ത് കാല് ചുരുക്കുകയും നിവർത്തുകയും ചെയ്യാൻ നേരത്ത് വേദന മെച്ചപ്പെടുന്നു. അങ്ങനെ ഉള്ളൊരു വ്യത്യസ്തമായൊരു മൊഡാലിറ്റീസാണ് ഈ സിയാറ്റിക് നെർവിലുള്ള വേദനകൾ. ഡ്രോയിങ് പെയിൻസ് ഇൻ ദ ടിബിയ ആർ വെരി കോമൺ. കാലിലെ നീളമുള്ള എല്ല് ടിബിയയിലുള്ള ഡ്രോയിങ് പെയിൻസ് ഇതിൽ വളരെ സാധാരണ ലക്ഷണമാണ്. ഇറ്റ് ഹാസ് ക്യൂർഡ് അൾസേഴ്സ് ഇൻ ദ ലെഗ്സ് ഡീപ്പ് ആസ് ഇഫ് പഞ്ച്ഡ് ഔട്ട്. കാലിബൈക്ക് പൊതുവെ കാണുന്ന പോലെ കുത്തിക്കുഴിച്ച പോലുള്ള ഡീപ്പായിട്ടുള്ള വ്രണങ്ങൾ കാലുകളിലും ഉണ്ട്. ബേണിംഗ് ഓൺ ദ ആംഗിൾസ്, സോർനെസ് ഓഫ് ദ ഹീൽസ്. ആംഗിൾസിലും ഹീൽസിലും പൊള്ളുന്നുള്ള അനുഭവം. ഇറ്റ് ഹാസ് ക്യൂർഡ് അൾസേഴ്സ് ഓൺ ദ ഹീൽസ്. പൂറ്റിയിലുള്ള വ്രണങ്ങളെ കാലിബൈക്ക് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ദ സ്ലീപ്പ് ഈസ് മോസ്റ്റ് റെസ്റ്റ്ലെസ്. ഉറക്കം അങ്ങേറ്റം അസ്വസ്ഥജനകമാണ്. സ്റ്റാർട്ട്ലിംഗ് ഇൻ സ്ലീപ്പ് ആൻഡ് ടേണിംഗ് ആൻഡ് ടോസിങ്. ഉറക്കത്തിൽ ഞെട്ടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയും ചാടുകയൊക്കെ ചെയ്യുന്നു. ഇറ്റ്സ് ചെസ്റ്റ് ആർ വേഴ്സ് ഓൺ വാക്കിംഗ്. കാലിബൈക്കിൻ്റെ നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കാൻ നേരത്ത് വല്ലാതെ വർദ്ധിക്കും. അപ്പോൾ ദ സ്കിൻ വി ഹാവ് പസ്റ്റ്യൂൾസ്, ബോയിൽസ്, എക്സീമ, ബ്ലിസ്റ്റേഴ്സ്, ഹെർപ്പസ്, ഷിംഗിൾസ്, അൾസേഴ്സ് ഓൺ ദ സ്കിൻ, ട്യൂബർക്കിൾസ്, സൂപ്പറേറ്റിംഗ് ട്യൂബർക്കിൾസ് ആൻഡ് ഇറപ്ഷൻസ് ദാറ്റ് ആർ സിഫിലിറ്റിംഗ് ഇൻ ക്യാരക്ടർ. കാലിബൈക്കിൻ്റെ സ്കിന്നിൽ എല്ലാത്തരം പ്രശ്നങ്ങളുണ്ട്. സിഫിലിസിൻ്റെതായ സ്വഭാവമുള്ള, നമ്മൾ നേരത്തെ കണ്ട പോലെ സിഫിലിൻ്റെതായ സ്വഭാവമുള്ള ഷാങ്കേഴ്സ് ഉണ്ട്, ട്യൂബർക്കിൾസ് ഉണ്ട്, വല്ലാതെ പഴുക്കുന്ന ട്യൂബർക്കിൾസ് ഉണ്ട്, സാധാരണ ഇറപ്ഷൻസ് ഉണ്ട്, വരട്ടി ചൊറിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവിധ പ്രശ്നങ്ങളും സ്കിന്നിലുണ്ട്. അപ്പോൾ കാലിബൈക്ക് എന്ന് പറയുന്നത് മെൻ്റൽ സിംറ്റംസ് കിട്ടിയിട്ടില്ല എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ധാരാളം ലക്ഷണങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട കിഡ്നി രോഗം, ക്ഷയരോഗം, സിഫിലിസ്, ക്യാൻസർ, ഒത്തിരി മാരകമായ രോഗാവസ്ഥകളിലൊക്കെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാവുന്ന ഔഷധമാണ്. അതിന് ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. മെൻ്റൽ സിംറ്റംസ് പ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതും ശരിയായി മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഇതിനൊരു അനക്സായിട്ട് കുറച്ച് സിംറ്റംസ് കൂടി ഈ അടുത്ത കാലത്ത് കിട്ടി, അതായത് ക്ലിനിക്കൽ സിംറ്റംസ് പറയുന്നുണ്ട്. അപ്പോൾ വലിയ പ്രധാനപ്പെട്ടതല്ല, അതുകൊണ്ട് വിടുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ കാലി ഫാമിലി പൊട്ടാസ്യം സോൾട്ടുകൾ തന്നെ ഒന്ന് തീർത്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ കാലി ആഴ്സനിക്കം ആണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ പരിഗണിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.